മലയാള സിനിമയ്ക്ക് ഒരു കൂട്ടം പുതുമുഖങ്ങളെ സമ്മാനിച്ചുകൊണ്ട് പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം സിനിമയെ പറ്റി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, നല്ലതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാൻസ് ഉണ്ട് ഡയറക്ടർ, ചിലപ്പോ സസ്പെൻസിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നല്ലൊരു വേഷം തന്നില്ലേ, ചെയ്യാൻ പറ്റിയില്ലേ, അതെന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടും, ഞങ്ങളെ സ്വീകരിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളൊരു ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു സിനിമയാണ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഹൗസ്ഫുള്ളായിരുന്നു. വന്ന എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. താങ്ക് യു. നല്ല മൂവി ആക്ടേഴ്സാണ് രണ്ടുപേരും. തിയേറ്ററിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ വന്ന് കണ്ട് പടം വിജയിക്കലാമാരുടെ അഭ്യർത്ഥനയാണ്. എല്ലാവരും തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യണം. ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടൊരു ഞങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വേറൊരു ഫീലാണ് ഞങ്ങൾക്ക് ഈ പടം തോന്നിയത്. പിന്നെ ഹൊററായോണ്ട് സൗണ്ട് അതുകൊണ്ട് ടെക്നിക്കൽ എല്ലാവരും നല്ല ഈ സിനിമയിൽ ഷൂട്ടിന് മാമലക്കണ്ടത്തായിരുന്നു. ഒത്തിരി സ്ട്രഗിളായിരുന്നു. എല്ലാവർക്കും ഒത്തിരി പരിക്ക് പറ്റി. എൻ്റെ കാലിൽ സ്റ്റിച്ചിട്ട് ആ ക്രെയിനൊക്കെ വീഴുന്ന ഷോട്ട് ആക്ച്വലി ഒറിജിനൽ സംഭവിച്ച പോലെ തന്നെയാണ്. അതിൽ അഭിനയിച്ച ആ ആക്ടർ ആ ക്രെയിനിലേക്ക് ചെന്ന് മറിഞ്ഞു വീണ് അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു മാമലക്കണ്ടത്ത ഷൂട്ടിൽ. ഭയങ്കര ബുദ്ധിമുട്ട്. മൂവിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണിത്. തീർച്ചയായിട്ടും നമ്മളവർക്കും പുതുമുഖങ്ങളായതുകൊണ്ട് ഇത് ചിലപ്പോൾ കയറാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ മടിക്കരുത്. വളരെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കിടക്കുകയാണ് എന്താ ഈ സംഭവം. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചോ എന്നാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരും. അതാണ് ആ ഡയറക്ടറിന്റെ ഒരു പ്രത്യേകത. പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ഒരു എന്താണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ തീർച്ചയായിട്ടും ഈ ക്യാമറ ജെർക്ക് ചെയ്യുന്നു, ഫിലിം ജെർക്കിങ്ങിലാണ് പോകുന്നത്. പക്ഷെ ആക്ച്വലി സെക്കൻഡ് ഹാഫ് കണ്ടാലും നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അല്ല, ഇതുവരെ ചെയ്യാത്ത ഒരു ഇതാണ് ക്യാമറ വർക്കും കാര്യങ്ങളെല്ലാം. കണ്ടിന്യൂസ് ഷോട്ടാണ്. ഒരു അരമണിക്കൂർ മേളിൽ കണ്ടിന്യൂസ് ഷോട്ടും കാര്യങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പോയി വാച്ച് ചെയ്യണം കേട്ടോ. പടം നല്ലൊരു ഗംഭീര സിനിമ തന്നെയാണ്. ഒരു ചെറിയ വലിയ സിനിമ തന്നെ പറയാം. പേടിച്ചു കണ്ടൊരു സിനിമയാണ്. പിന്നെ സുധീർ സാലിയാണ് ഡയറക്ടർ ഡയറക്ഷൻ. പിന്നെ സുധീർ കോപ്പ, ഐശ്വര്യ നമ്മുടെ വെടിക്കെട്ടിലൊക്കെ അഭിനയിച്ച നടിയാണ്. അപ്പോൾ എല്ലാവരും പുതുമുഖ നടിമാരെല്ലാവരും നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. ഒരു വയലൻസ്, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ. അടിപൊളി, സൂപ്പറാണ്. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ശരിക്കുള്ള കഥ. തകർത്ത് അടിപൊളിയാണ്. ആദ്യത്തെ പരിപാടിയാണ്. ആദ്യമായിട്ടാണ് ചേട്ടൻ സംവിധാനം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടിയിരിക്കുന്നത്. നല്ല പാട്ട് തിയേറ്ററിൽ കേട്ടപ്പോൾ നല്ല സന്തോഷം. വളരെ നാൾ കൂടിയിട്ടാണ് ഒരു മെലഡി നല്ല രീതിയിൽ കേൾക്കാൻ സാധിച്ചത്. അതിൻ്റെ ലിറിക്സ് എഴുതാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അത് സംവിധാനം ചെയ്ത സാവുച്ചേട്ടനും മിനിച്ചേച്ചിയും വളരെ മനോഹരമായിട്ട് തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ തന്നെ നല്ലൊരു വിജയത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് മാറാൻ കാരണമാകുന്നുണ്ട്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്നുള്ളതിനെക്കാട്ടി വിപരീതമായിട്ട് സെക്കൻഡ് ഹാഫ്. ഒരു പടത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ടെക്നിക്കലി വരുന്ന കാര്യങ്ങൾ, മാറ്റങ്ങൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുതിയൊരു അനുഭവമാണ്. കാണാത്ത കുറേ അനുഭവങ്ങൾ. വളരെ നല്ല ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നതാണ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പാട്ട് നന്നായി വന്നിട്ടുണ്ട്. നല്ല പാട്ടാണ്. ആളുകളിലേക്ക് എത്തണം, എല്ലാവരും കാണണം. ആൾക്കാരിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പടമായിരുന്നു. പേടിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ കോമഡിയും ഉണ്ട്, പേടിക്കാനുള്ളതുകൊണ്ട് മിക്ക എല്ലാ ഇമോഷൻസും വന്നിട്ട് റോളർ കോസ്റ്റർ പോലെ. ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണാൻ നല്ല പടം. നല്ല ഫിലിം. എന്താ പറയുക, മുഴുവൻ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. നല്ലൊരു ത്രില്ലിംഗ് പടം. എങ്ങനെയുണ്ടായിരുന്നു ശിവ? കൊള്ളാം, നല്ല സിനിമ. ആദ്യം ഒന്ന് ഒത്തിരി പേടിച്ചെങ്കിലും പിന്നീട് കഥ മനസ്സിലായപ്പോൾ നമുക്ക് കൊള്ളാം. നല്ല പടമാണ്.
നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇത് സംവിധായകനാണ് സാലി. അല്ല നിങ്ങളാണ് പറയേണ്ടത്. കാരണം വെച്ചാൽ പുതിയ പുതിയ ആളുകൾ അവർ ഇത് സിനിമ മാത്രം പാഷനായിട്ട് നടക്കുന്ന ഒരു കൂട്ടം കുട്ടികളാണ്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം തന്നെ നോക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു തിയേറ്റർ തന്നെ ചോദിച്ചാൽ അവർ ഇതിന് കാസ്റ്റ് ചെയ്യുന്ന ആളുകൾ കുറവാണ്, വലിയ ഫേമസ് ആയിട്ടുള്ളത്. ആ സിസ്റ്റം നമുക്ക് മാറണം. കാരണം പുതിയ വളർന്നു വരുന്ന ആൾക്കാർക്ക് കൂടി അവസരം കൊടുക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതെല്ലാവരും ഈ ഫീൽഡിലുള്ള എല്ലാവരും അവരോട് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു മാതൃകയാക്കിക്കൊണ്ടാണ് ഇത് നമ്മൾ പിടിച്ചത്. ഹൈ ബജറ്റ് പടം അല്ലെങ്കിൽ പോലും മാക്സിമം ബജറ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ നല്ല സംവിധായകർ വരണം, അഭിനേതാക്കൾ വരണം. അവർക്കൊരു നല്ല രീതി, അവർ പാഷനായിട്ട് നടക്കുകയാണ്. സിനിമ മാത്രം ജീവിതമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അവരെ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു പ്രൈം ലക്ഷ്യം. അതായത് അങ്ങനെ ഉണ്ടാവട്ടെ. അതാണ് നായകൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ പോലെയല്ല, സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചത് ഏതൊക്കെ സീൻ എന്താണ് മനസ്സിലാക്കിയില്ല. പിന്നെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇപ്പോൾ കണ്ടിരിക്കുന്ന നമുക്കായാലും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ടായാലും എല്ലാവർക്കും മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിനകത്ത് ഇല്ലായിരുന്നു, ഞാൻ പുറത്തേക്കായിരുന്നു. കാരണം ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടം വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അധികം സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും വ്യക്തമാവില്ല. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെക്കൻഡ് ഹാഫാണ്. ആ സെക്കൻഡ് ഹാഫ് വരെ ക്ഷമയോടെ ഇരുന്ന് കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സംവിധായകൻ സുധീർ സാലി, പ്രൊഡ്യൂസർ ജോർജ് ഏട്ടൻ, അതുപോലെ ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യൻസ് തന്നെ അതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ മാത്രം പുതുമുഖങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ സാബു കലാഭവൻ, പുള്ളിയുടെ നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സന്തോഷം. ഇനിയും പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ. ഉള്ളത് പറയല്ലോ, ആദ്യത്തെ അരമണിക്കൂറുണ്ടല്ലോ, ഈ പടം എന്ന് പറയുന്നത് സിംഗിൾ ഷോട്ട് രീതിയിൽ അവരെടുത്തേക്കുന്നത്. പക്ഷേ 2-3 ഷോട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അധികം മനസ്സിലാവത്തില്ല ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന ആർട്ടിസ്റ്റ്. അതിലുപരി ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന രീതി. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഓർത്ത് ഇതെന്തോ സംഭവം ചെയ്ത് വെച്ചേക്കുന്ന, പലരും വന്നവർ പറഞ്ഞ് ഇതെന്തോ ഇത് സംഭവം എന്ന് ഓർത്തുപോയി. പക്ഷേങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് 45 മിനിറ്റ് അത് ക്യാമറയും ചെയ്ത ആളെ, സംവിധായകരെ, അഭിനയിച്ച ആർട്ടിസ്റ്റുകളെ സമ്മതിക്കണം. അതേപോലത്തെ രീതി എല്ലാവരും വന്ന് കാണണം. 45 മിനിറ്റ് പക്കയായിട്ട് ഒരു സിനിമയിൽ എങ്ങനെയാണ് ലൈവായിട്ട് ചെയ്യാന്നുള്ള സാധനം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടിപൊളി. സെക്കൻഡ് ഹാഫ് ബെസ്റ്റാണ്. സൂപ്പർ ഹിറ്റ് പാട്ടുകളെല്ലാം. നല്ല പടം ഇഷ്ടമായി. നല്ല പടം കൊള്ളാം, സൂപ്പർ. നല്ല മൂവി, തിയേറ്ററിൽ തന്നെ കാണണം. നല്ല പടം, കൊള്ളാം. നല്ല അഭിപ്രായമുണ്ട്. അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപോലെ അവിടെ സൂപ്പറായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നില്ല അന്ന് ഇൻ്റർവ്യൂ ചെയ്തില്ലേ? ഓക്കെ, നന്നായി, അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇടയ്ക്ക് വെച്ച് അല്പം പാളിയെങ്കിലും സംഭവം കലക്കി. മോളി ചേച്ചി പറഞ്ഞ ഡയലോഗാണ് സിനിമയിലത്തെ. ഈ പകല് സിനിമ ഷൂട്ട് ചെയ്തിട്ട് രാത്രി എങ്ങനെയാണ് കാണിക്കണതെന്ന് സിനിമനെ ശരിക്കും പൊളിച്ചിട്ടുണ്ട് ഇവര്. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ആദ്യം നന്നായിട്ട് പേടിച്ചെങ്കിലും പിന്നെ വന്നപ്പോഴത്തേക്കും അതൊരു രസമായിട്ട് തോന്നി. എല്ലാവരും പോയി കാണാൻ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അടിപൊളി, വേണ്ട കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ. നല്ല പടം. അടിപൊളി.
ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറടിക്കും. പിന്നെ അതിൻ്റെ എന്താണെന്നുള്ള സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കാണിക്കണം. അതിൻ്റെ സിനിമയുടെ കൃത്രിമങ്ങളൊക്കെ എടുത്ത് കാണിക്കണം. പിന്നെ ഇത് മനസ്സിലാക്കണം, സംഭവം എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഞാൻ ഈ സിനിമയിൽ പ്രേതങ്ങളുടെ കൂട്ടിൽ ജയലാൽ എന്നുള്ള കഥാപാത്രമാണ്. ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ വെള്ളമടിച്ചിട്ടുണ്ടാകുന്നു. വെള്ളമടിച്ചിട്ടില്ല, തീർച്ചയായിട്ടും വെള്ളമടിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ വെള്ളമടി നിർത്തിയിട്ട് ഞാനിപ്പോൾ 1 വർഷമായി. കോഴി ഉണ്ടായിരുന്നു, അത് 3 വർഷത്തോളമായി. ആ സാധനമൊക്കെ അങ്ങോട്ട് നിർത്തി. പക്ഷേ വെള്ളമടി നിർത്തിയെന്നും പറഞ്ഞുള്ള ദൗത്യമില്ല. വെള്ളമടിക്കുന്നവരുടെ അടുത്ത് ചെല്ലാനായിട്ട് പോകുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ 2 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മയ്യോ എന്നുള്ള കഥാപാത്രത്തിൽ ലാത്തർ എന്നുള്ള കഥാപാത്രം. പിന്നെ അതുകൂടാതെ കുംഭാരിസിൽ നായകൻ്റെ അപ്പൻ്റെ വേഷം, പത്രോസിൻ്റെ ഉടപ്പുകൾ, അതിൽ അയൽവാസിയായിട്ട് ക്യാരക്ടർ റോൾ ഇതിനകത്ത് ജയലാൽ എന്നുള്ള കഥാപാത്രം ചെയ്യാം. പിന്നെ ഈ മയ്യോല് ലാത്തർ എന്നുള്ള കഥ. ഈ സിനിമ കാണണം. ഇതിൻ്റെ യഥാർത്ഥ ഉത്ഭവം ഈ സിനിമയിൽ മനസ്സിലാക്കാം. സെക്കൻഡ് ഹാഫിലാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. നമസ്കാരം. പടം വളരെ നന്നായിട്ടുണ്ട്. പുതിയ പുതുമുഖങ്ങളാണെന്ന് പറയില്ല. പക്ഷേ കുറേ ട്വിസ്റ്റുകൾ വന്ന കാരണം നമുക്ക് ആകാംക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെയാണ് എന്താവും എന്നുള്ളത്. എന്നാലും സൂപ്പർ പിക്ചർ, വളരെ നല്ലതാണ്. ജനങ്ങളെ ഏറ്റെടുക്കണം. ഈ പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ താരനിരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ് പിക്ചർ. താങ്ക് യു. നല്ല ത്രില്ലുള്ള പടമാണ്, എല്ലാവരും കാണണം. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കാണണം, തീർച്ചയായും നന്നായിട്ടുണ്ട് പടം. സൂപ്പർ. താങ്ക് യു. സൂപ്പർ മേക്കിംഗ്, ടെക്നിക്കൽ പരമായിട്ട് വളരെ നല്ല സിനിമ. സൂപ്പർ പടം കൊള്ളാം. സൂപ്പർ. പ്രേതങ്ങളുടെ കൂട്ടം കണ്ടു, ത്രില്ലടിപ്പിച്ചു. കാരണം പേടിച്ചിരുന്ന കണ്ടത്. കാരണം പുതുമുകളായിട്ടുള്ള ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഷോണി ചേച്ചിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ സുധീക്കോപ്പ, ഐശ്വര്യ, നമ്മുടെ വെടിക്കാട്ടിൽ ബിബിൻ്റെ ഒപ്പം നായികയായിട്ട് അഭിനയിച്ചാണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസുള്ള സിനിമയാണ്. കാരണം ഒരു വെറൈറ്റി ജോണറാണ് പ്രേതങ്ങളുടെ കൂട്ടം ഒരുക്കുന്നത്. കാരണം കുറച്ച് ഷോർട്ട് ഫിലിം പിടിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. കഥയും പുതുമയാണ്, അതിൻ്റെ രീതിയും അതിൻ്റെ ആക്ടിങ് ശൈലിയും പിന്നെ ഫൈറ്റിങ്ങും എല്ലാം കൊണ്ട് തന്നെ വിസ്മയം ഒരു പെർഫോമൻസാണ്. പുതുതലമുറ ജസ്റ്റ് 1 ടൈം പോപ്കോൺ മൂവിയാണ്. ജസ്റ്റ് കാണുക, എൻജോയ് ചെയ്യുക. അതാണ് പ്രേതങ്ങളുടെ കൂട്ടം. കാരണം പേടിച്ച് കാണാൻ പറ്റും. എന്നാലും വലിയൊരു പേടിയില്ല, എന്നാലും ഹൈ എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ചെറിയ കൊച്ചുപടം.